ജനങ്ങളുടെ പ്രതികരണമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഊരകല്ല്. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജനാധിപത്യം വിജയിക്കുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആ പ്രതികരണത്തിന് ഏറ്റവും വലിയ കരുത്തുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പണ്ഡിറ്റ്ജിയോട് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബില്ലുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്തും 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സന്ദർഭത്തിലും അന്ന് ചർച്ചിലെടുത്തിരുന്ന ചില സമീപനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്ത്യക്ക് സ്വതന്ത്ര ഇന്ത്യക്ക് ഇതിലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ എന്ന നിലയിലും ഗവൺമെൻറ്റിന് അതിനുള്ള പുതുതായി ഇന്ത്യയിൽ രൂപീകരിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിന് അതിനുള്ള ഒരു അറിവുണ്ടോ എന്നുള്ള നിലയിലുമൊക്കെ ചർച്ച വന്നപ്പോൾ നെഹ്റു പറഞ്ഞ ഒരു മറുപടി, ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടാൽ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളത് നോക്കിക്കൊള്ളും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യമാണ് നിലനിൽക്കുന്നതെങ്കിലും വോട്ടവകാശം ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായി. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ആ നിലയിൽ ശുപാർശ ചെയ്തു. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, ഇൻഡിപെൻഡൻ്റ് എലക്ഷൻ ഇന്ത്യയിലെ ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ, മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ആ കമ്മിറ്റിയുടെ നിർദ്ദേശം. നിർഭാഗ്യവശാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ ഒരു പൗരൻ്റെ മൗലിക അവകാശമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും ഉള്ളത് മൗലിക അവകാശമായി ഇന്ന് ഇന്ത്യയിൽ ഇല്ല. പകരം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 15 ഇലക്ഷൻ എന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തുകയായി. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങളും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും എല്ലാം ഇലക്ഷൻ കമ്മീഷനിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നു, നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൽ കൂടി നിയമിക്കണം എന്നുള്ളതും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ഒരു സ്ഥിതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയെന്ന് ഞാൻ പറയുമ്പോൾ 24 വരെ ഒരു സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു നിയമം പാസ്സാക്കിയിരുന്നില്ല എന്നതാണ്. നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ വരെയുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും കുറ്റം പറയാൻ, ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ നിയമിക്കണം, അതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ, അതെല്ലാം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞു. ഇന്ത്യയിൽ ഇന്ന് വരെ ചെയ്തിരുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷന്മാരെയും നിയമിക്കുന്നു എന്നതാണ്. അങ്ങനെ വന്നപ്പോൾ മുൻപ് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും സ്വതന്ത്രമായി നീതിയുക്തം പ്രവർത്തിക്കുന്നു എന്ന ഒരു ധാരണയിൽ തന്നെയാണ് നാം നിന്നിട്ടുള്ളത്. വളരെ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ ഒക്കേഷനിൽ മാത്രം എന്തെങ്കിലും അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നിഷ്പക്ഷമായി ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടായാലും ഇല്ലെങ്കിലും മറ്റൊരു ചർച്ച ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അതുകൊണ്ട് ഒരു വ്യക്തി, അവിടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു അനൂപ് ബൻബാല എന്ന് പറ്റിയ അയാൾ കോടതിയിൽ പോയിട്ട് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നിയമമില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി അനൂപ് ബെൻസൻവാല, അതാണ് അയാളുടെ പേര്, അനൂപ് ബെൻസൻവാല, അയാൾ സുപ്രീം കോടതിയിൽ പോയിട്ട് അതിനുള്ള നിയമമില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുകയും ചെയ്യണം എന്നുള്ള നിലയിൽ അതിനുള്ള
മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം എന്ന നിലയിൽ കേസ്. ആ കേസിൻ്റെ വിധി വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശിച്ച ആ കമ്മിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതായിരിക്കണം ആ കമ്മിറ്റി എന്ന് കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വേണം ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷന്മാരെയും തീരുമാനിക്കാനെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സടകുടഞ്ഞ് എഴുന്നേറ്റു. അവർ ഒറ്റയടിക്ക് പാർലമെൻറ്റിൽ ഒരു നിയമം പാസാക്കി. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന സീനിയറായ ഒരു ക്യാബിനറ്റ് മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന 3 പേരുള്ളൊരു കമ്മിറ്റിയായിരിക്കും ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് എന്ന് ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പാർലമെൻറ്റ് നിയമം പാസാക്കി. 3 പേരുള്ള കമ്മിറ്റിയിൽ 2 പേർ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന സീനിയറായ ക്യാബിനറ്റ് മന്ത്രിയും കൂടിയാവുമ്പോൾ പിന്നെ കമ്മീഷൻ നിയമനം എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണ് 24-ൽ ആ നിയമം പാസ്സാക്കി. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം കലുഷിതമായി. കൂടുതൽ ഗവൺമെൻറ്റിനോട് വിധേയത്വം കാണിക്കുന്നവരായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നുള്ളത്. എന്നാൽ 326 ഒരു കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ 21 വയസ്സായിരുന്നു നമ്മുടെ വോട്ടവകാശം, അത് പിന്നെ 18 വയസ്സാക്കി മാറ്റി. അതുകൊണ്ട് എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ ഷാൽ ബി എലിജിബിൾ ഫോർ രജിസ്റ്ററിങ് ആസ് എ വോട്ടർ ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് 26-ൽ കൊണ്ടുപോയി, 326. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു റൈറ്റ്, അവകാശമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുള്ളൂ. അതുകൊണ്ട് വോട്ട് ചെയ്യാനുള്ളത് അവകാശമാണെന്ന് ധരിക്കരുത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് 18 വയസ്സുള്ള ആർക്കും ഇന്ത്യയിലെ ഒരു പൗരന് അവകാശമുള്ളതാണ് എന്ന നിലയിൽ ഭരണഘടനാ വ്യവസ്ഥയിൽ. ഞാനിത് രണ്ടും സൂചിപ്പിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചയിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ളതും തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളതും നിർദ്ദേശം വന്നെങ്കിലും അംഗീകരിക്കാതെ ഭരണഘടനയുടെ ഒരു ഭാഗമായി മാത്രം മാറുകയും വോട്ട് അവകാശത്തെക്കുറിച്ചല്ല, എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. അവിടെ നിയമം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും സൂചിപ്പിച്ചു. ഇവിടുത്തെ വിഷയം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട്, തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ വേറൊരു മാർഗത്തിൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയില്ല. അത് അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ. ആദ്യം അതിനെയൊക്കെ നിഷേധിച്ചവർ ഇപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവുന്നില്ല എന്ന വിമർശനം ലാ കമ്മീഷൻ്റെ നിരവധി യോഗങ്ങളിൽ ഉണ്ടായി. അങ്ങനെയാണ് 1998-ൽ ശ്രീ AP വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശ്രീ ലാൽ കിഷോർ അദ്വാനി LK അദ്വാനി ആഭ്യന്തരമന്ത്രിയും ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഗവൺമെൻറ് ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റയർ ഇലക്ഷൻ റിഫോമിന് വേണ്ടിയുള്ള കമ്മീഷനായിരുന്നില്ല ആ കമ്മീഷൻ. ഒൺലി ഫോർ സ്റ്റേറ്റ് ഫണ്ടിങ് ഫോർ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിന് ഗവൺമെൻറ്റിൻ്റെ പണം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിമിതമായ ഒരു അതിൻ്റെ ഒരു റെഫറൻസ് മാത്രമേ അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ നിയമിക്കപ്പെട്ട 98-ലെ കമ്മിറ്റിയാണ് ഇന്ദ്രജിത് ഗുപ്ത കൺവീനറും ഡോക്ടർ മൻമോഹൻ സിംഗ്, ദിഗ്വിജയ് സിംഗ്, സോമനാഥ് ചാറ്റർജി, അങ്ങനെ 7 പേരുള്ളൊരു കമ്മിറ്റി എടുത്തിട്ട് 8ാമത് റാം ഗോപാൽ യാദവ്, നമ്മുടെ മുലയാം സിംഗ് യാദവിൻ്റെ സഹോദരൻ, അയാളന്ന് MP ആയിരുന്നു, അദ്ദേഹത്തെ കൂടെ ചേർത്ത് 8 പേരുള്ള ഒരു ഇന്ദ്രജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ അന്നത്തെ ഗവൺമെൻറ് നിയോഗിച്ചു.
ആ കമ്മിറ്റി 98 ഡിസംബറിൽ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് ഇലക്ഷൻ എന്നുള്ള നിലയിൽ അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. അതിൽ ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റി ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചതും ലെവൽ പ്ലേ ഗ്രൗണ്ട് ഫോർ ദി നാഷണൽ പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ്, ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും തുല്യമായ ഒരു പരിഗണന അതിൽ കിട്ടണം. അതിലെ ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റി ശുപാർശ ചെയ്തത്, ഒന്ന്, സ്റ്റേറ്റ് ഫണ്ടിംഗ്, ഗവൺമെൻറ്റിൻ്റെ ധനസഹായം തിരഞ്ഞെടുപ്പിൽ അത് നാഷണൽ പാർട്ടികൾക്കും സ്റ്റേറ്റ് പാർട്ടികൾക്കും മാത്രമേ ആകാവൂ, അല്ലാതെ സ്വതന്ത്രന്മാരായിട്ട് വരുന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ പാടില്ല. ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും മാത്രമായി സ്റ്റേറ്റ് ഫണ്ടിംഗ് പരിമിതപ്പെടുത്തുക. 2, സ്റ്റേറ്റ് ഫണ്ടിംഗ് എന്ന് പറയുമ്പോൾ ദേശീയ പാർട്ടി ആയാലും സംസ്ഥാന പാർട്ടി ആയാലും അവർക്ക് ക്യാഷായിട്ട് കൊടുക്കുക എന്നല്ല, പകരം അത് കൈൻഡായിട്ട് മെറ്റീരിയൽസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്റർ അടിക്കുന്നതിന്, അവരുടെ ചിഹ്നങ്ങൾ ഒക്കെ അടിക്കുന്നതിന്, മീറ്റിങ്ങുകൾ നടത്തുന്നതിന്, അതൊക്കെയുള്ള കാര്യത്തിന് ഗവൺമെൻറ് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും തുല്യമായ നിലയിൽ. അപ്പോൾ ആരും പണത്തിൻ്റെ കൊഴുപ്പുകൊണ്ട് കൂടുതൽ പോസ്റ്റ് അടിക്കാനോ കൂടുതൽ യോഗങ്ങൾ നടത്താനോ അതൊന്നും സാധ്യമല്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ നടത്താൻ കഴിയും. അതുകൊണ്ട് നാഷണൽ പാർട്ടികൾക്ക് ഈ നിലയിലുള്ള ഫണ്ടിങ് ചെയ്തു കൊടുക്കാം എന്നുള്ള നിലയിലാണ് ആ കമ്മീഷൻ ശുപാർശ ചെയ്തത്. ക്യാഷായിട്ട് കൊടുക്കാനേ പാടില്ല. 3, ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ഫണ്ടിങ് നടത്താം. എന്നാൽ അതോടൊപ്പം തന്നെ ചില ശുപാർശകൾ കൂടി ഇന്ദ്രിയത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊടുത്തിരുന്നു. അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട്. 1, അതാത് മണ്ഡലത്തിലെ 5 വോട്ടർ പട്ടിക സ്ഥാനാർത്ഥികൾക്ക് സൗജന്യമായി കൊടുക്കണം എന്നുള്ളത് ഇന്ദ്രിയത്തിൻ്റെ ശുപാർശയിലെ ഒരു ഭാഗമാണ്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ആകാശവാണിയിലെയും ദൂരദർശനിലെയും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രഭാഷണങ്ങൾ ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ശുപാർശകൾ കൂടി അതിനോടൊപ്പം തന്നെ കൊടുക്കുകയും മറ്റൊന്ന് ബാൻ ചെയ്യുകയും കൂടെ ചെയ്യും. ഗവൺമെൻറ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് നിരോധിക്കുന്നതും ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അത് അവസാനിപ്പിക്കാനും ശുപാർശ ചെയ്യും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വേണ്ടി നടത്തിയ ആ പരിശ്രമത്തെ തൊട്ടടുത്ത വർഷം 1999 അട്ടിമറിക്കപ്പെട്ടു. 99 നാഷണൽ ലാ കമ്മീഷൻ നടത്തിയ ശുപാർശയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സ്റ്റേറ്റ് ഫണ്ടിങ് നൽകിയാൽ മറ്റ് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ സംഭാവന പിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെത്ര വരെ കിട്ടും എന്നുള്ളത് ഗവൺമെൻറ് അറിയാനൊക്കെയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഫണ്ടിങ് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലയിൽ ലാ കമ്മീഷൻ ശുപാർശ കൊടുത്തപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ആ റിപ്പോർട്ട് ശുപാർശകൾ വെളിച്ചം കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രമായി അത് ഒതുങ്ങുകയാണ്. ഫലത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മണി പവർ ആൻഡ് മസിൽ പവർ, പണമുള്ളവനും മെയ്ക്കരുത്ത് കാണിക്കാൻ കഴിയുന്നവൻ്റെ ഈ കയ്യിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചുരുങ്ങുന്നു. അതിൽ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റി ഗവൺമെൻറ് കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് സംഭാവന കൊടുക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ നൽകിയപ്പോൾ പല കമ്പനികളുടെയും അത് അക്കൗണ്ട് ചെയ്യപ്പെടാതെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരികയും ചെയ്തു, പ്രൈവറ്റ് കമ്പനികൾ. അതിലും തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളിൽ ശ്രീ NK ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് അക്കൗണ്ട് ചെയ്യാത്ത ഒരു പണവും പ്രൈവറ്റ് കമ്പനികൾക്കും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രതയെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2019 മുതൽ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം അവർ നടപ്പിലാക്കിയത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖേനയാണ് ആ ഇലക്ട്രൽ ബോണ്ടുകൾ മാറിയിരുന്നത്. ഏത് കമ്പനിയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന കൊടുക്കുന്നതെന്നുള്ളത് മറ്റാരും അറിയാൻ കഴിയില്ല, ആർക്കും അതറിയാൻ കഴിയില്ല. ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിൽ കൂടി എത്ര കോടി രൂപ കിട്ടി
ആർക്ക് കൊടുത്തു എന്നുള്ളത് ആരുമേ അറിയത്തില്ല. ആകെ അറിയാവുന്നത് കൊടുത്തവർക്കും അത് വാങ്ങിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും മാത്രമാണ്. വാങ്ങിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും അതറിയണമെന്നില്ല. അവർക്കറിയാമെങ്കിലും അവരറിയണമെന്നില്ല. ആ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിനെതിരായി കോടതിയിൽ കേസ് വന്നപ്പോഴാണ് 2024 സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റദ്ദു ചെയ്തു. പക്ഷേ ആ പരിമിതമായ 5 വർഷം കൊണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേടിയെടുത്തത് 6060 കോടി രൂപയാണ് വിവിധ കമ്പനികളിൽ നിന്ന്. ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കണക്കും പ്രകാരം അവർ നേടിയെടുത്തത് 6060 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകളിൽ കൂടി അവർ നേടിയെടുത്തത്. ആകെയുള്ള സംഭാവനയുടെ പകുതിയിലധികം ശതമാനം BJPക്ക് മാത്രമായിട്ട് ആ നിലയിൽ കിട്ടുകയുണ്ട്. അത് കണക്കല്ലാതെ കിട്ടിയേക്കുന്നത് എത്രയോ കൂടി. അപ്പം പണത്തിൻ്റെ സ്വാധീനം എത്രത്തോളം വരുന്നു എന്നുള്ളതിൻ്റെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പണത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന അനധികൃതമായ ആ പണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യഥേഷ്ടം ചെലവഴിക്കുക. മുമ്പ് നമ്മൾ പണത്തിൻ്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പാർലമെൻറ്റിലേക്കൊന്നും അങ്ങനെ ആരും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് വ്യാപകമായിട്ട് വരുന്നത്. ആ വോട്ടർക്ക് ചിലപ്പം വോട്ടറുടെ വീട്ടിലേക്ക് എന്നാൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് 500 1000 ഒക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത്രയും വരെയൊക്കെ നടക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനം, പണത്തിൻ്റെ സ്വാധീനം കാശ് കൊടുത്ത് വോട്ടറെ വിലയ്ക്ക് വാങ്ങിക്കുന്നതിലേക്ക് പോയിട്ടില്ല. ഇത് പലതും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണെങ്കിലും ആ വിലയ്ക്ക് വാങ്ങിക്കുന്നത് വോട്ടർക്ക് നേരിട്ട് പൈസ കൊടുക്കുക. എന്നാൽ BJP അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ വോട്ടർമാർക്ക് കാശ് കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഒരു പഴങ്കഥയായിട്ട് അവർ മാറ്റി. എന്തിനാണ് വോട്ടർക്ക് കാശ് കൊടുക്കുന്നത്? വോട്ടർക്ക് കാശ് കൊടുക്കുന്നതിന് പകരം ആര് ജയിച്ചു വന്നാലും ആ ജയിച്ചു വരുന്ന MPയെ വിലയ്ക്ക് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ MLA വിലയ്ക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എത്രയോ ലാഭം. ഒരു MPക്ക് ഇന്ന് കാലുമാറ്റത്തിന് വേണ്ടി BJP കൊടുത്തുകൊണ്ടിരിക്കുന്നത് 20 കോടി മുതൽ 50 കോടി, അതിനപ്പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ അതുവരെ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനപ്പുറമുള്ള നിരവധി സംഭവങ്ങളുണ്ട്. 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ യൂണിയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി മണിപ്പൂരിലും ഗോവയിലും BJP സംസ്ഥാന ഗവൺമെൻറ്റുകളെ രൂപീകരിച്ചത് ഈ കാലുമാറ്റത്തിൽ കൂടി മാത്രമാണ്. MLAമാരെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് ആ 2 സംസ്ഥാനങ്ങളിലും അവരധികാരത്തിൽ വന്നത്. അവിടെ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ സുരേന്ദ്രൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്കൊരു 10-35 MLAമാരെ കേരളത്തിൽ കിട്ടുവാണെങ്കിൽ ഗവൺമെൻറ് ഞങ്ങൾ രൂപീകരിക്കുക. എങ്ങനത് കഴിയും? അതാണ്, കോടികൾ മുടക്കിയാൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. എന്തും വിലയ്ക്ക് വാങ്ങിക്കാം. പണ്ട് സാമ്പൻ കഥാപ്രസംഗത്തിൽ പറയുന്നത് പോലെ അച്ഛനെ അമ്മയെ ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് പറയുന്നത് പോലെ 35 MLAമാരെ കിട്ടിയാൽ മതി, ബാക്കി MLAമാരെ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചുകൊള്ളൂ. ആ പൊളിറ്റിക്സിലേക്ക്, ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഭരണകക്ഷിയാണ്. BJPയും അവർ നയിക്കുന്ന ആ വിഭാഗങ്ങളും ആ നിലയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കരുതുന്നു 2023 നാരീശക്തി വന്ദൻ അഭിയാൻ എന്ന് പറയുന്ന സ്ത്രീ സംവരണ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി. ആ സ്ത്രീ സംവരണ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയപ്പോൾ ആ പാസ്സാക്കിയ 23 പാസ്സാക്കിയ നിയമം നടപ്പിലാക്കുന്നതിന് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി അവർ 2 കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്ന്, സെൻസസിൻ്റെ പ്രക്രിയ. 2, ഡീലിമിറ്റേഷൻ. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് 2023
ഈ നിയമം പാസാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 23 നിയമം പാസാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തും, ഈ നിയമം നടപ്പിലാക്കും എന്നാണ്. അമിത്ഷാ 131 ഭരണഘടനാ ഭേദഗതിയിൽ കൂടി 3 നിയമങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഒന്ന്, സ്ത്രീ സംവരണ നിയമം ആൾറെഡി പാസ്സാക്കിയതാണ്, അതിൽ ചില ഭേദഗതി വരുത്തിക്കൊണ്ട് ആ നിയമം. 2, ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കൂടി ഈ നിയമം ബാധകമാക്കിക്കൊണ്ടുള്ള യൂണിയൻ ടെറിട്ടറിയുടെ നിയമം. 3, ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള നിയമം. ഇത് 3 കൂടി ചേർന്നതാണ് 131 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, സ്ത്രീ സംവരണ നിയമം പാർലമെൻറ്റിൽ ആൾറെഡി പാസ്സാക്കി കഴിഞ്ഞല്ലേ, പിന്നെന്തിനാ ഇപ്പോഴീ വീണ്ടും ആ നിയമം കൊണ്ടുവരുന്നത്? അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പം നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു, അതല്ല, ഡീലിമിറ്റേഷൻ ആ നിയമം അനുസരിച്ചാണെങ്കിൽ 23 നിയമം പാസ്സായി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം നടപ്പിലാക്കണം, ഡീലിമിറ്റേഷൻ നടപ്പാൻ. അവരുദ്ദേശിക്കുന്നത് 543 അംഗ പാർലമെൻറ്റിൽ ഈ നിയമം നടപ്പിലാക്കാനല്ല, പകരം ഡീലിമിറ്റേഷൻ എക്സസൈസ് 2011 സെൻസസ് അനുസരിച്ച് നടത്തിക്കൊണ്ട് പാർലമെൻറ്റിലെ അംഗസംഖ്യയെ 543 പകരം 850 ഉയർത്തി 815 സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ടും 30 ഈ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുകൂടെ എടുത്തുകൊണ്ട് 850 ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ജനറൽ സീറ്റുകളെല്ലാം പുരുഷാധിപത്യ ജനറൽ സീറ്റുകളെല്ലാം നിലനിർത്തുകയും പിന്നീട് വരുന്ന സീറ്റുകളിൽ അത്യാവശ്യം സ്ത്രീകൾക്ക് 33% കൊടുക്കേണ്ടുന്നത് കൊടുത്തുകൊണ്ടുള്ള നിയമമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 2023 നിയമം നടപ്പിലാക്കാൻ, ഞാൻ ആ നിയമത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല, 23 നിയമം നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പാർലമെൻറ്റിൽ ആ നിയമം പാസ്സാക്കിയപ്പോൾ, സ്ത്രീ സംവരണ നിയമം പാസ്സാക്കാൻ കഴിയാതെ വന്നപ്പോൾ, അത് പരാജയപ്പെട്ടപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിച്ചു. അതിൻ്റെ 2/3 ഭൂരിപക്ഷം ആ നിയമം പാസ്സാക്കുന്നതിന് വേണം എന്ന് മാത്രമല്ല, നേർപകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി അത് അംഗീകരിക്കുകയും റാറ്റിഫൈ ചെയ്യുകയും കൂടെ ചെയ്തെങ്കിലേ നിയമമാക്കൂ. അങ്ങനെ അവതരിപ്പിച്ച നിയമം പാസ്സാക്കാതിരിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ വിറളി പൂണ്ട അതിൻ്റെ അതിൻ്റെ ഒരു ദേഷ്യം തീർത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുകൊണ്ടാണ് ഇപ്പം നേരിട്ടിറങ്ങി BJPക്ക് നിർദ്ദേശം കൊടുത്ത് അവരെ സഹായിക്കുന്ന സംഘപരിവാര ശക്തികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും മുഴുവൻ പാർട്ടികളെയും സമീപിച്ചുകൊണ്ട് അതിനെയൊക്കെ ഭിന്നിപ്പിച്ച് 2/3 ഭൂരിപക്ഷം, ഇപ്പം അത്രയില്ലല്ലോ, അവർക്ക് നേരത്തെ 400-ന് മുകളിൽ പോകുമെന്ന് പറഞ്ഞെങ്കിലും 303-നകത്ത് നിൽക്കേണ്ടി വന്നു, 203-നകത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കത്തക്കവണ്ണം MP-മാരെ വിലക്കെടുക്കുക, 2/3 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉറപ്പിക്കാൻ MP-മാരെ വിലക്കെടുത്തുകൊണ്ട് നേർപകുതി സംസ്ഥാനങ്ങളിൽ അത് പാസ്സാക്കാൻ കഴിയത്തക്ക നിലയിൽ, പ്രമേയം പാസ്സാക്കാൻ കഴിയത്തക്ക നിലയിൽ MLA-മാരെ വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൂടുതൽ വികലമാക്കുന്ന നിലയിലേക്ക് BJP പോയിക്കൊണ്ടു. അണ്ട് തൃണമൂലിനെ പിളർന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിൽ ആ ജോലി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു, ബീഹാറിൽ പിളർന്നു, മധ്യപ്രദേശിൽ വേറെ ജോലി ചെയ്യുന്നു. MP-മാരെയും വിലയ്ക്ക് വാങ്ങിക്കണം, MLA-മാരെയും വിലയ്ക്ക് വാങ്ങിക്കണം. എവിടുന്നാണ് ഇത്രയും പണം BJPയുടെ കയ്യിൽ വരുന്നത്? ഓരോ MP-ക്കോ 50 കോടിയോ അവർ ചോദിക്കുന്നതിൻ്റെ അത്രയും കോടി കൊടുത്തുകൊണ്ട് MP-മാരെ പാർട്ടി മാറി അവരിലേക്ക് വരാൻ, തൃണമൂലിൻ്റെ കൂടെ നിന്ന MP-മാരിൽ മിക്കവാറും എല്ലാവരും പോയി, വളരെ നാമമാത്രമായ കുറച്ച് പേരെയോ അവരെ കേസിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാവരെയും മാറ്റുക. MP-മാരെയും MLA-മാരെയും എല്ലാം വിലയ്ക്ക് വാങ്ങി 2/3 ഭൂരിപക്ഷം കൃത്രിമമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വരൂപിക്കാനും
നിയമസഭകളിൽ 50%-ലധികം ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും കലുഷിതമാക്കുന്നതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും? ഞാൻ ദീർഘമായി പറഞ്ഞു പോവുകയല്ല. ഇനി ഉച്ചയ്ക്ക് മുമ്പ് ഈ സെഷനിൽ തന്നെ 2 വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കാം. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രതയെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നിഷ്പക്ഷമായ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടത്തിക്കൊണ്ടു പോകാൻ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് നേരിട്ട് ആളിനെ പിടിക്കാൻ വേണ്ടി കാലിമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പരിശ്രമത്തിൽ എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും? വളരെ ഗൗരവമായി ഇന്ത്യയിലെ ജനങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കെപ്പോഴും അത് ബോധ്യപ്പെടുന്നത്. BJP ഇന്ന് നടത്തുന്ന പണം വാരി എറിഞ്ഞുകൊണ്ട് സംഘടനകളെ അല്ല ഇപ്പം വിലയ്ക്ക് വാങ്ങിക്കുന്നത്. സംഘടനയും അതിലേക്കൊന്നും പോകുന്നില്ല. ജയിച്ചു വരുന്ന MP-മാരെ വിലക്കെടുക്കുക, ജയിച്ചു വരുന്ന MLA-മാരെ, അവർ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ ഏത് മുന്നണിയിൽപ്പെട്ടവരായിക്കോട്ടെ, അവരേത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അതിനെല്ലാം കളയും. അതൊന്നും നോക്കാതെ വിലയ്ക്ക് വാങ്ങിക്കുക. നിങ്ങൾക്കറിയാം, ഞാനതിൽ വേറെ രാഷ്ട്രീയമായ വിഷയങ്ങളിലേക്ക് ഒന്നിലും പോകാതെ പറയുക. ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 20%-ലധികം വരുന്നതാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ. എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലൊന്നും ഭരണകക്ഷിയുടെ ഭാഗമായി ഒരു സിംഗിൾ മതന്യൂനപക്ഷ വിഭാഗത്തിലെ MP-മാരില്ല, MLA-മാരില്ല എന്നത് ഇന്ത്യയിലെ മതേതരത്വ ജനപ്രാതിനിധ്യ സഭയിലെ ഏറ്റവും വലിയ കളങ്കമാണ്. ഒരാളുമില്ല. UP-യിൽ ഭരണകക്ഷി MLA ആയി ഒരു മതന്യൂനപക്ഷ വിഭാഗവുമില്ല. MP-യിലില്ല, രാജസ്ഥാനിലില്ല, ഗുജറാത്തിലില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഭാഗമായിട്ട് വരുന്ന പാർലമെൻറ്റിലെ അംഗസംഖ്യയിലും അതില്ല. എന്നാൽ അവരെ സഹായിക്കാനും അവർക്ക് വിരുദ്ധമായിട്ട് ഉള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിലും അതിലും പാർട്ടികളെയും സംഘടനയെയും അവർ വിലക്കെടുക്കും. ബീഹാറിലെ എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുടെ OWൈസി എടുക്കുന്ന നിലപാട് BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന മാർഗം ഏതാണെന്ന് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ നിലപാടെടുക്കും. അപ്പോൾ ആ വോട്ട് രണ്ടായിട്ട്. അപ്പോഴും ആ ഗെയിമിൽ ജയിക്കുന്നത് BJP-യാണ്. അതിൻ്റെ ഉപകരണങ്ങളായി പലരും പണം വാങ്ങിക്കൊണ്ട്, കോടികൾ വാങ്ങിച്ചുകൊണ്ട് അവരതിൽ പങ്കാളികളാണ്. ഞാനതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ പൂർണ്ണമായ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഞങ്ങൾ ഇത്തവണത്തെ ഇലക്ഷൻ കമ്മീഷനെ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന അമേരിക്കയായാലും ജർമ്മനി ആയാലും UK ആയാലും അവരെല്ലാവരും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഞാനെന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഇത് വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എംപ്ലോയി ഫ്രണ്ട്ലി സിസ്റ്റം. ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യമാണ്. ഒറ്റ ഞെക്കിയാൽ ആ വോട്ടിൻ്റെ നമ്പർ അവർക്ക് കിട്ടുന്നു. അത് മാനിപ്പുലേറ്റ് ചെയ്തായാലും അല്ലെങ്കിലും ആ നമ്പർ കിട്ടുന്നു, അത് ടാബ്ലേറ്റ് ചെയ്യുന്നു, അവർക്ക് വീട്ടിൽ പോകാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വോട്ടർ ഫ്രണ്ട്ലി. വോട്ടർക്ക് അനുകൂലമായിട്ടുള്ള, വോട്ടറുടെ യഥാർത്ഥ പ്രതികരണം അറിയാൻ കഴിയുന്നതല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇന്ന് എവിടെ വേണമെങ്കിലും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ കൂടി ഒരു ബട്ടൺ ഞെക്കിയാൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിന് ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. എല്ലാ മെഷീനിലും മാറ്റം വരുത്തണം എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. പക്ഷേ ചില ബൂത്തുകളിൽ, ചില മണ്ഡലങ്ങളിൽ അതിൽ മാറ്റം വരുത്തണമെന്ന് സയൻറ്റിഫിക്കായി തീരുമാനിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ
യഥാർത്ഥത്തിൽ ഒരു പൗരൻ്റെ അവൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ അവൻ്റെ മനസ്സെന്താണ്, അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ്റെ വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ വരണം എന്നില്ല. അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതിൻ്റെ പവിത്രത നിലനിർത്താൻ ഒരു വലിയ പരിധിവരെ സഹായകമായിട്ടുള്ളത്. അതുപോലെ അവർ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു നിഗമനത്തിൽ CAA നിയമം 2019 ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ, ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കി നിർത്തിയതിൻ്റെ പുറകിൽ ഗവൺമെൻറ്റിന് ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും ആസാമിലും ചില സംസ്ഥാനങ്ങളിൽ അല്ലാതെ NPR രജിസ്റ്റർ മുഖേന, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ മുഖേന വലിയ എക്സസൈസ് ഒന്നും അവിടെ തന്നെ 19 ലക്ഷം ആളുകളെ അതിൽ മാറ്റിയോ. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ പാർലമെൻറ്റിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമം പാസ്സാക്കുകയും ആ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിൽ 2 പേർ, തിരഞ്ഞെടുക്കുന്നതിനുള്ള സംവിധാനത്തിൽ 2 പേർ, പ്രധാനമന്ത്രി ഒന്ന്, പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മുതിർന്ന ക്യാബിനറ്റ് മന്ത്രി, ഇപ്പോഴ് അമിത്ഷായാണ്, അവർ 2 കൂടിയാണെന്ന് വന്ന് പുതിയ കമ്മീഷനെ കൊണ്ടുവന്നപ്പോൾ വളരെ വിദഗ്ധമായി, എത്രയോ എളുപ്പത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ SIRൽ കൂടി വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്നുള്ള പേരിൽ അവരത് നടപ്പിലാക്കി. 19 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭ്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് 5,18,00,000 ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. അതിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജഗോപാലും വരും, നോബൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ്റെ പേര് പോലും അവർ വെട്ടിക്കണം, ബംഗാളി. അവർക്കൊക്കെ അത് തിരിച്ച് ഇപ്പം രാജഗോപാലിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന 5,000 10,000 ആളുകൾക്ക് പിന്നെ തിരിച്ചു കിട്ടുമെന്ന് വെച്ചു, വോട്ടർ പട്ടികയിൽ പേര് കിട്ടുമെന്ന് വെച്ചു. ബാക്കി വരുന്ന 5,18,00,000 ആളുകളിൽ എത്ര പേർക്ക് ആ വോട്ടവകാശം തിരിച്ചു കിട്ടും, വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്താൻ കഴിയും? ബാക്കി അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി SIR പൂർത്തിയാക്കി കഴിയുമ്പോൾ CAA നിയമത്തിൽ കൂടി നടപ്പിലാക്കാൻ കഴിയാത്ത 10 കോടിയോളം ആളുകളെ, ഇന്ത്യൻ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും അതിൽ കൂടി ഇന്ത്യൻ പൗരത്വം നിഷേധിക്കാനും കഴിയുന്ന നിലയിലേക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന അവരുടെ ഉപകരണത്തിന് കഴിയും. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫലപ്രദമായി മോദി സർക്കാർ ചെയ്യുക. അതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാഗ്പൂർ. അവരാണ് അവിടെ നിന്ന് ഇതെല്ലാം നിയന്ത്രിക്കുക. ഇപ്പോഴത്തെ 5,18,00,000 എന്ന് പറയുന്നത് കൊണ്ട് തീർന്നില്ല, അത് പ്രോസസ്സ് ഇനിയും നടക്കും. അപ്പോൾ SIRൽ കൂടി ഈ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ വോട്ടവകാശമാണ് ഇല്ലാതാവുന്നത്. ഞാനവിടെ ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞൊരു കാര്യം, എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ, അങ്ങനെയാണ് ആർട്ടിക്കിൾ 326, എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ ഷാൽ ബി എലിജിബിൾ ഫോർ രജിസ്റ്ററിങ് ഹിസ് നെയിം ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ്. ഒരു വോട്ടർ എന്നുള്ള നിലയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. എവരി സിറ്റിസൺ, എല്ലാ ആളുകൾക്കുമില്ല, എവരി സിറ്റിസൺ. പൗരന് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ. ആ പൗരത്വം എങ്ങനെയാണ് തെളിയിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറി 47 ശേഷം ഇന്ത്യ എന്ന ആ ഭൂമിയുടെ ആ ടെറിട്ടറിക്കകത്ത് ജനിക്കുന്നവരെല്ലാം ഇന്ത്യൻ പൗരനാണെന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിന് വേറെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇൻക്ലൂഡിങ് CPI ഉൾപ്പെടെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു വിശദീകരണം നൽകിയത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയിലെ സുപ്രീം കോടതിയാണ്. ട്രംപ് അവിടെ നിയമം കൊണ്ടുവന്നപ്പോൾ അമേരിക്കയിലെ സുപ്രീം കോടതി പറഞ്ഞു, അമേരിക്കയിൽ ജനിച്ചവർക്ക് ജന്മാവകാശം കൊണ്ട് അവർ അമേരിക്കൻ പൗരന്മാരാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചാൽ മതി, ഇന്ത്യയിൽ ജനിച്ചാൽ മതി, ആ ജന്മാവകാശമാണ് നമ്മുടെ പൗരത്വം. അവിടെ 5,18,00,000 ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അവർ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ
അവർക്ക് ആ പൗരത്വം കൊടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ അവരുടെ പേര് പുനഃസ്ഥാപിക്കാൻ കഴിയും ഗവൺമെൻറ് വിചാരിച്ചാൽ, ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും. അതിനെ അവരെ കൊണ്ട് ആ നിലയിൽ ചിന്തിപ്പിക്കാനും വിചാരിപ്പിക്കാനുള്ള ബാധ്യതയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അതിലേക്കുള്ള പ്രക്ഷോഭണത്തിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശുദ്ധി പ്രക്രിയ നടത്തുകയാണെങ്കിൽ ആ വോട്ടർ പട്ടികയുടെ ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എക്സസൈസ് അവസാനിപ്പിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സ്ഥാനത്ത് പേപ്പർ ബാലറ്റ്, ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ പോകാനുള്ള സൗകര്യം നോക്കി ആളുകളുടെ വോട്ടവകാശത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ആവാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ഗവൺമെൻറ്റിനുള്ള എക്സിക്യൂട്ടീവിനുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വളരെ വിശ്വസ്ത വിധേയനായി നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊക്കെ മാറ്റം വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ പവിത്രതയോടുകൂടി നിലനിർത്താൻ നമുക്ക് കഴിയുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജനാധിപത്യത്തിൽ ആ പ്രാധാന്യം ജനങ്ങളുടെ അവരുടെ മനസ്സിലെ ആഗ്രഹം, അത് അവരെ 5 വർഷത്തിൽ ഒരിക്കൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ആ പവിത്രതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കത്തിനെതിരെയും ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഏത് പാർട്ടിയുടെ പേരിലായാലും അതിൽ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ. ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ആ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം. ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഫ്രീയായി സ്വതന്ത്രമായി അവരുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കാൻ കഴിയണം. അതിന് കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ശുദ്ധി പ്രക്രിയ തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കാൻ കഴിയൂ എന്ന അഭിപ്രായത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.